പോവുകയാണ്. എസ് നന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നു. നന്ദു, നോക്കൂ, ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ, MLA കൂടിയാണല്ലോ. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെ അനാസ്ഥയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്, അങ്ങനെ തെരച്ചിൽ നടക്കുന്നു എന്നതാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മാത്രമായിരുന്നുവെങ്കിൽ ഓക്കെ, അദ്ദേഹം ഇപ്പോൾ ഒരു MLA കൂടിയാണല്ലോ. എന്താണ് സംഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയും അതിലൊരു അഭിപ്രായം പറയുകയും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടോ രാജീവ് ചന്ദ്രശേഖറിന്? നിങ്ങളതിനെ അങ്ങനെ വൽക്കരിക്കുന്നത്, അങ്ങനെ ഒരു ചിത്രീകരണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കണ്ടിട്ടുള്ളത് കേരളത്തിനകത്ത് അധികാരം കിട്ടുമ്പോൾ തരാതരം പോലെ, അധികാരം ഇല്ലാത്തപ്പോഴും അധികാരം കിട്ടുമ്പോഴും തരാതരം പോലെ രാഷ്ട്രീയം മാറ്റി മാറ്റി പറയുന്നവരെ കണ്ടു ശീലിച്ചത് കൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ആ അമ്മയെ, നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ അമ്മയെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ പറയേണ്ട മറുപടിയാണ്. അതായത് അവിടെ വന്നു നിന്നൊരു സിസ്റ്റത്തെയോ ഒരു സർക്കാരിനെയോ എതിർക്കുന്നതിന് പകരം എല്ലാവരും കൂട്ടായി നിന്ന് ആ ചെറുപ്പക്കാരനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന മാനുഷികമായിട്ടുള്ള നിലപാട്, ആ നിലപാട് എടുക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമമായി തോന്നുന്നു അല്ലെങ്കിൽ നിലപാടില്ലായ്മയായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആ അമ്മയുടെ കണ്ണുനീരിനൊപ്പമാണ്, ആ അമ്മമാരുടെ കണ്ണുനീരിനൊപ്പമാണ്. അവരുടെ വിഷയങ്ങളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവരുടെ പരാധീനതകളിൽ ആ പരാധീനതകളും പരാതികളും പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അതിൽ സിസ്റ്റത്തിനെ കുറ്റം പറയാനൊക്കെ ഒട്ടേറെ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് സിസ്റ്റത്തിനെ കുറ്റം പറയാം, ആ സമയത്ത് നമുക്ക് സർക്കാരിനെതിരെ ശക്തമായി ഞങ്ങൾക്ക് നിലപാടുണ്ട്. നിലപാട് ഞങ്ങൾ രാഷ്ട്രീയമായി പറയുന്നുണ്ട്. പക്ഷേ ഒരു അമ്മ കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് ആ നിലപാട് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നിലപാട് പറയാൻ BJPയുടെ ഒരു നേതാവിനെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അതായത് ജിൻഡോയുടെ വാക്കുകളിലുള്ള ഒരു മയം, അതുപോലെ സുരേഷ് കുമാർ എന്ന് പറയുന്ന CPMൻ്റെ നേതാവിൻ്റെ വാക്കുകളിലുള്ളൊരു ഒരു അതിവൈകാരികത, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാണുമ്പോൾ തിരിച്ചായിരുന്നു. ജിൻഡോയുടെ വാക്കുകളിൽ അതിവൈകാരികതയും സുരേഷ് കുമാറിൻ്റെ വാക്കുകളിൽ ഈ മയവുമാണ് നമ്മൾ കണ്ടിരുന്നത്. തരാതരം പോലെ രാഷ്ട്രീയത്തും പ്രതിപക്ഷത്തും അധികാരത്തിലും ഇരിക്കുമ്പോൾ തരാതരം പോലെ അവരുടെ നിലപാടുകൾ, അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കെടുകാര്യസ്ഥത എന്ന് പറയുന്ന ഈ നാട്ടിനെ ഏറ്റവും അധികം പുറകിലേക്ക് വലിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കെടുകാര്യസ്ഥതയുടെ ഭാഗമായി രണ്ടുപേരും തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മയപ്പെട്ടും അതുപോലെ തന്നെ അതിവൈകാരികപ്പെട്ടും പറയുമ്പോൾ നിങ്ങൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. പ്രളയകാലത്ത് ഞാനും രേണുകയും സുരേഷ് കുമാറും ജിൻഡോയും ഒക്കെ കഴിഞ്ഞ പ്രളയകാലം 2018 പ്രളയകാലത്ത് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് ഹീറോസ് എന്നാണ്. കാരണം ഇവരുടെ ഈ പറയുന്ന കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിരുന്ന അവരുടെ ബോട്ടുകളുമായി അവർ ഈ നാട്ടിലെ ഗ്രാമവീഥികളിലേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, ഈ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലേക്കും ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ എത്രയേറെ സഹോദരന്മാരെ, എത്രയേറെ കുടുംബാംഗങ്ങളെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഈ നാടിനു വേണ്ടിയിട്ട് ഒരാപത്തുണ്ടായപ്പോൾ ഇറങ്ങി നിന്നവരെ ഇന്ന് അവർ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, അവരുടെ കുടുംബങ്ങൾ അനാഥമായി നിൽക്കുമ്പോൾ, അവരുടെ അമ്മമാർ കണ്ണീരണിയുമ്പോൾ, ഒരു ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കേരളത്തിലെ ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനകത്ത് വന്ന് നിന്നിട്ട് തിരിച്ചിറങ്ങി വന്ന് മാധ്യമങ്ങളോടായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം കേരളത്തിൻ്റെ ആകെ ചോദ്യമാണ്. 7 ദിവസമായി എൻ്റെ മകനെ കാണാതായിട്ട് ഞാൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ മകനെ അന്വേഷിക്കില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിനെ എനിക്ക് വേണോ എന്നവർ ചോദിക്കുമ്പോൾ കേരളത്തിൻ്റെ ആകെ പൊതുസമൂഹത്തിൻ്റെ ചോദ്യമല്ലേ അത്? അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് ഈ നാട്ടിൽ നീതി കിട്ടാതെ പോകുന്നു. അതുപോലെ നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് സുരേഷ് ഗോപി MP ആണ് ആ അമ്മയുടെ കണ്ണുനീരുമായി ബന്ധപ്പെട്ടിട്ട് ആ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇടപെട്ടു. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് ഇന്ന് വളരെ വലിയ രീതിയിലുള്ള ഹെലികോപ്റ്ററും അതുപോലെ തന്നെ കപ്പലും വന്ന് നേവിയുടെ ഡൈവിംഗ് ടീം ഉൾപ്പെടെ വന്നു നിന്ന് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ ദുരന്ത സഹായത്തിന്. ഇപ്പോൾ ഇന്ന് 10ാം ദിവസം ഈ തെരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് 10ാം ദിവസമാണ്. ഏറ്റവും ഗോൾഡൻ അവേഴ്സ് കഴിഞ്ഞു, 10ാം ദിവസമാണ് ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. അതൊരു കാര്യം. മാത്രവുമല്ല, കൊല്ലത്ത് നഷ്ടപ്പെട്ടതുപോലെ തന്നെ 2 ജീവനുകളാണ് തിരുവനന്തപുരത്തെ 2ഇടങ്ങളിലായി സംഭവിച്ചിട്ടുള്ള ആ ദുരന്തങ്ങൾ. അപ്പോൾ സമാനമായ ഇടപെടൽ ഈ 2ഇടത്തും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ആ അമ്മയുടെ പ്രതിഷേധം കണ്ടുകൊണ്ട് ആരും അദ്ദേഹത്തിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ആ അമ്മയുടെ കണ്ണുനീർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ അമ്മ അവിടെ ഇരുന്ന് സമരം ചെയ്യരുത്, സിസ്റ്റത്തിന് പണിയെടുക്കാനുള്ള. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ രാജീവ് ചന്ദ്രശേഖർ അവിടെ രാഷ്ട്രീയം പറയാതെ പോയത് തെറ്റായി പോയി എന്ന്. രാഷ്ട്രീയം പറയാതെ ഞങ്ങളുടെ പൊതുവായ നിലപാട് എന്താണെന്ന് സുരേഷ് ഗോപിയുടെ അന്നത്തെ വാക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നത് അവർ അന്വേഷിക്കുന്നുണ്ട്, സിസ്റ്റം ശരിയാവേണ്ടേ, സിസ്റ്റത്തിന് അന്വേഷിക്കാനുള്ള സമയം കൊടുക്കും, അമ്മ വീട്ടിലേക്ക് പോകും, അവിടെ ടെൻഷൻ ഉണ്ടാക്കരുത്, ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാക്കരുത്, നിങ്ങൾ വീട്ടിലേക്ക് പോകും, നിങ്ങളുടെ സഹോദരനെ പോലെ ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നാളെ ഈ സിസ്റ്റം ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ആ കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹം കൊടുത്ത വാക്ക്, ആ പ്രതിഷേധം കണ്ട് അദ്ദേഹം കൊടുത്ത വാക്ക്
പരിപൂർണമായി അതിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കും അദ്ദേഹം വന്നു. സ്വാഭാവികമായും മറ്റുള്ള സ്ഥലങ്ങളിലും ആ സംവിധാനത്തിന്റെ ഗുണഫലമുണ്ടാവും. ഇപ്പോൾ INS കൽപ്പേനി ഇവിടെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടെ തെരച്ചിൽ നടക്കുമ്പോൾ തന്നെ അവിടെയും ഇതിനെ ഉപയോഗിക്കാനുള്ള അതിന്റെ താല്പര്യം എടുക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ താങ്കൾ പറയുന്നു 10 ദിവസം കഴിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 19 MP-മാരുണ്ട് സുരേഷ് ഗോപിയെ കൂടാതെ. അവരുടെ പണി എന്താ? അവർ കേരളത്തിന്റെ ഈ പറയുന്ന തീരദേശങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ വോട്ട് കൈപ്പത്തി ചിഹ്നത്തിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും ഒക്കെ വാങ്ങിച്ചു സുരേഷ് ഗോപിയെ പോലെ എല്ലാ ഈ സർക്കാരിന്റെയും രാജ്യത്തിന്റേതുമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നവരാണല്ലോ. ആ 19 MP-മാർക്ക് എന്താ പണി ഡൽഹിയിൽ? അവർ പോയിരുന്നിട്ട് ആ 19 പേര് അവിടെ പോയിരുന്ന് ലോകസഭയും രാജ്യസഭയും ഒക്കെ മുടക്കി ഈ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നില്ല? 10 ദിവസമായിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിലൊരു വിഷയം നടന്നിട്ട്. സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിൽ കൊല്ലത്തെ NK പ്രേമേന്ദ്രൻ അടക്കമുള്ള ഈ പറയുന്ന ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് അടക്കമുള്ള MP-മാർ അവിടെ എന്തിനാ പോയിരിക്കുന്നത്? ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തിനായിരിക്കുന്നത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനും താങ്കളും ഒക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഫിഷറീസ് വകുപ്പ് എന്തിനാണ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് എന്ന ചോദ്യം. മുസ്ലിം ലീഗിന്റെ വിലപേശൽ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിലപേശലായിരുന്നു ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വേണം. അതിനു വേണ്ടിയിട്ട് അവർ എല്ലാ തരത്തിലുള്ള നിലപാടുകളും സ്വീകരിച്ചു. അതിനു വേണ്ടിയിട്ട് അക്ഷീണമായ പിന്തുണയാണ് ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അവർ കൊടുത്തത്. അങ്ങനെ അവർ അടികൂടി മുന്നണിക്കകത്ത് ബലം പിടിച്ച് വാശി പിടിച്ച് വാങ്ങിയെടുത്ത ഫിഷറീസ് വകുപ്പിനകത്ത് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥകൾ നടക്കുമ്പോൾ VD സതീശന് ന്യായമായി VD സതീശൻ ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ഫാക്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങളോട് എനിക്ക് അത് പറയണ്ട. അപ്പോൾ ആ മന്ത്രിക്ക് ഇത്രയും ദിവസമായി അവിടെ എത്താൻ സാധിച്ചില്ല, ഈ കുടുംബങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സർക്കാരിന്റെ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള 3 സീ ബോട്ടുകൾ പ്രതീക്ഷ, പ്രത്യാശ, കരുണ, ഈ 3 സീ ബോട്ടുകൾ ഇന്ന് കട്ടപ്പുറത്താണ്. അതിൽ ഇടതുപക്ഷം എങ്ങനെ തന്നെ ഉത്തരവാദിയാണോ അതുപോലെ തന്നെ ഇന്ന് 3 മാസമായിട്ടുള്ള സർക്കാരും അതിൽ ഉത്തരവാദിത്വമാണ്. കാരണം അവർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും അതിനെ കറക്റ്റ് ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം ശ്രീ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉണ്ടായിരുന്നു. VD സതീശൻ അന്ന് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ല? ഇനി കേരളത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ. ഞാൻ ചോദിക്കട്ടെ രേണുക, നിങ്ങളൊന്ന് പരിശോധിക്കാൻ ഇറങ്ങണം. മുതലപ്പുഴയിലെ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്ന അപകടങ്ങൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഫിഷറീസ് മന്ത്രിയായിരുന്ന ജോർജ് കുര്യന്റെ നേതൃത്വത്തിലാണ് 177 കോടി രൂപ അനുവദിച്ചത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ മുതലപ്പുഴയിൽ ആരംഭിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അതുപോലെ SDRFന്റെ NDRFന്റെ ഫണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ ഫണ്ടുകളെല്ലാം ഉപയോഗിക്കുന്നത് ഇത്തരം കേരളത്തിന്റെ ഏറ്റവും വലിയ എക്കോണമിയെ താങ്ങി നിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖലയെ ആ മേഖലയെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ മന്ത്രിസഭയ്ക്കും സാധിക്കുന്നില്ലെങ്കിൽ 19 MP-മാരെ നമ്മൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഡൽഹിയിലേക്ക് അയച്ചിട്ട് അവർക്ക് കേരളത്തിലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തെ ഉന്നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കേരളത്തിനകത്ത് തെരുവോദയങ്ങളിൽ സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കേരളത്തിനകത്ത് ജീവൻ പിടിച്ചു നിർത്തി ജീവൻ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാധാരണപ്പെട്ട പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട് ക്യാമ്പുകളിൽ കിടക്കുന്ന സാധാരണക്കാരുടെ വിഷയം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല. എന്തിനാണെന്ന് കേരളത്തിന് ഈ 19 വാഴകൾ അത് ചോദിക്കേണ്ട കേരളത്തിന്റെ പൊതുസമൂഹം. അത്തരത്തിൽ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം അത് ഉണ്ടായേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ട്, BJP-യുടെ 3 MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.